ഇതൊക്കെ സ്ഫോടന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച ബോംബിന്റെ അവശിഷ്ടങ്ങളാണ്. പ്രാഥമിക അന്വേഷണത്തിൽ 1-2 സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി RDX തന്നെ ആവണം എക്സ്പ്ലോഷൻ ഉപയോഗിച്ചിരിക്കുക. അതുപോലെ റിമോട്ട് കൺട്രോൾ കൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അത് ലൈറ്റ് സെൻസിറ്റീവ് റിമോട്ട് ആയിരിക്കണം. ലൈറ്റ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഐ വിൽ എക്സ്പ്ലെയിൻ. ഏതെങ്കിലും ശക്തമായ ലൈറ്റ് സോഴ്സിൽ നിന്നും പാസ് ചെയ്യുന്ന റേസ് ബോംബിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ സെൻസറിൽ പതിയുമ്പോഴായിരിക്കും ബോംബ് ആക്ടിവേറ്റ് ചെയ്യുക. ലൈറ്റ് സോഴ്സിന്റെ ഉറവിടം എന്തായിരിക്കും? അതൊരു പക്ഷേ ക്യാമറയോട് ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷിൽ നിന്നാവാം. അവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. ആരുടെ ഫ്ലാഷിൽ നിന്നാണ് ഈ ബോംബ് എക്സ്പ്ലോഡ് ആയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്ത ആൾ ഒരു പ്രത്യേക തരം ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ദാറ്റ്സ് എ പോസിബിലിറ്റി. അയാൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതൊക്കെ പോലീസിന്റെ പണിയാണ്. ഞാൻ ഈ കാര്യങ്ങൾ മിസ്റ്റർ പൊതുവാളുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം ചിലത് പറഞ്ഞിരുന്നു. അതൊന്ന് പറയണം മിസ്റ്റർ പൊതുവാൾ. വേറൊന്നുമില്ല സർ. ബോംബ് ഭീഷണിയെ തുടർന്ന് ഗ്രൗണ്ടിൽ പലരെയും ചെക്ക് ചെയ്ത കൂട്ടത്തിൽ ഒരു ഫീമെയിൽ ജേർണലിസ്റ്റിന്റെ ഐഡന്റിറ്റിയും ഞാൻ പരിശോധിക്കുകയുണ്ടായി. ബോംബെയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന സമത എന്നൊരു പത്രത്തിന്റെ പേരാണ് അത് കണ്ടത്. അവരുടെ കയ്യിൽ ക്യാമറയും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സംശയവും തോന്നിയില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു കേട്ടതോടുകൂടി ഞാൻ പ്രസ് ക്ലബ്ബിൽ ചെന്ന് ആ സ്ത്രീയെ കുറിച്ച് അന്വേഷിച്ചു. ഇങ്ങനെ ഒരു പത്രത്തെക്കുറിച്ചോ ജേർണലിസ്റ്റിനെ കുറിച്ചോ അവർക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഞാൻ ബോംബെയിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പത്രമേ ഇല്ല. അതുകൊണ്ടാണ് സാർ.